ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. ഞാൻ എഴുന്നേറ്റു. ഇപ്പോൾ ഇവിടെ സമയം 12:30 ഇനി എഴുന്നേറ്റ് ചായ എന്തെങ്കിലും കുടിക്കണം. എന്നിട്ട് ഫ്രണ്ട്സ് വരും, കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ടു. ചായയൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ട്. അത് ഞാൻ ഇച്ചിരി ആവി പിടിക്കാൻ വേണ്ടി നോക്കി. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പയാണ്. അപ്പോൾ കപ്പ പിന്നെ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി മീനൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കപ്പ കുക്കറിലടിക്കാൻ വേണ്ടി ആക്കി. എന്നിട്ട് മീനിന് കടുവൊക്കെ വറുത്തു. പിന്നെ മസാലയൊക്കെ ഇട്ട് കടുവ് പൊട്ടാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു. ചട്ടിക്കകത്ത് വെച്ചുകൊണ്ടാണ് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം വഴട്ടി. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഓഫ് ഡേയിൽ ഇങ്ങനെയൊക്കെയാണ് കുക്കിങ്ങും പിന്നെ വാഷിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടൊരു ഓഫ് ഡേ അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞു പോകും. പിന്നെ കുറേ നേരം ഉറങ്ങി കഴിക്കുക, ഉറങ്ങുക, അതൊക്കെ തന്നെ പരിപാടി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് സവോള ഇട്ടില്ല, കൊച്ചുള്ളിയാണ് ഇട്ടത്. കൊച്ചുള്ളി എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുത്ത് ഒരു ഗോൾഡൻ കളറാവുമെന്ന് ചോദിച്ചു പറഞ്ഞു. അങ്ങനെ ഗോൾഡൻ കളറാകുന്നിടം വരെ ഇട്ട് വഴട്ടിയെടുത്തു. അപ്പോൾ അതിനിപ്പം തന്നെ ഞങ്ങൾ പുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാക്കി. അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ കിച്ചണൊക്കെ. അറിഞ്ഞിട്ടില്ല, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടായിരുന്നു. എക്സ്പേർട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ചെറിയ രീതിയിലൊരു മീൻകറി. ഞങ്ങളുടെ എക്സ്പേർട്ട് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇന്നലെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് ഇന്നും മീൻ മേടിച്ച് വെച്ചിട്ട് കപ്പയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ പ്ലാൻ ഇട്ടാണ് പിന്നെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചിയും അവൾക്കൊന്ന് നൈറ്റ് ഡ്യൂട്ടിയോ എനിക്ക് ഓഫ്. അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചില്ലായിരുന്നു വന്നതാണ്. അങ്ങനെ മീൻ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇളക്കി. എന്നിട്ട് തിളയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ അത് തിളച്ച് വന്നു. അപ്പോൾ അതിലേക്കിനി മീൻ കഷ്ണം പറക്കി ഇടണം. മീൻ കഷ്ണം നല്ല തുണ്ട മീനായിരുന്നു. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇന്നലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നെന്നാവുന്ന അറിയത്തില്ല, നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം. വെന്ത് വന്നിട്ട് നമുക്ക് നോക്കാം ടേസ്റ്റ് കിട്ടുമോ ഇല്ലയോ, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കപ്പ ആയിട്ടില്ല. കപ്പ കുറച്ച് ടൈം എടുക്കും. ഇത് ഉണക്കക്കപ്പയായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പം മമ്മി ഓൾറെഡി പറഞ്ഞായിരുന്നു 5 മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇടണമെന്ന്. പക്ഷെ ഇട്ടില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് ഞങ്ങൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അടിക്കുന്നത്. അപ്പോൾ 5, 6, 7 അടിയോളം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തോന്നുന്നു കപ്പ ഏകദേശം ആയായിരുന്നു. ഞങ്ങൾ കുറച്ച് തേങ്ങയും മുളകും എല്ലാം കൂടി അടിച്ച് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ട് കപ്പ. ഉണക്കക്കപ്പയാണ്, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കക്കപ്പയുടെ. പിന്നെ ഞങ്ങളുടെ ഡിഷസ് എല്ലാം റെഡിയായി. അപ്പോൾ ചിഞ്ചു നാരങ്ങ വെള്ളം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ വെള്ളവും മീൻകറിയും നല്ല കപ്പയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു.